നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺ ഡിവൈസിൽ നിന്നും EEPROMന്റെ സിഗ്നൽ റീഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സീരിയൽ ക്ലോക്കിന്റെ ടെസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് സീരിയൽ ക്ലോക്കിനായിട്ട് വരുന്നത്. ദെൻ സീരിയൽ ഡാറ്റയുടെ ടെസ്റ്റ് പോയിന്റ് നോക്കാം. ഈ ഒരു ടെസ്റ്റ് പോയിന്റ് ആണ് സീരിയൽ ഡാറ്റയ്ക്ക് വേണ്ടി വരുന്നത്. ഈ കാണുന്ന ടെസ്റ്റ് പോയിന്റ് ആണ് സീരിയൽ ഡാറ്റ. ഇനി ഇത് ഡിവൈസ് ഓൺ ആയതുകൊണ്ട് 1.8 നമുക്ക് ജമ്പർ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഈ രണ്ട് ടെസ്റ്റ് പോയിന്റുകൾ മാത്രം ജമ്പർ ചെയ്താൽ മതി. ഓക്കെ. ഒറിജിനൽ EEPROM CPU-യുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സിഗ്നൽ വേവ് ഫോം ആണ് ഈ കാണുന്നത്. ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വളരെ വ്യക്തമാണ്. ഇനി EEPROM ഒറിജിനൽ അല്ലാത്ത ഡിവൈസുകളിൽ, അതായത് ലോവർ ബോർഡ് RF ബോർഡ് സ്വാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ EEPROM റീറൈറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ EEPROM മറ്റൊരു ഡിവൈസിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായി മറ്റൊരു ഡിവൈസിൻ്റെ EEPROM ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഈ സിഗ്നൽ അനാലിസിസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡിവൈസിൻ്റെ EEPROM ഡാറ്റ റൈറ്റ് ചെയ്താലും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിഗർ ചെയ്ത് പോയി, ഇത്രേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഒറിജിനൽ EEPROM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിഗറിങ് അവിടെ കറക്റ്റ്, അതിൻ്റെ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു അബ്നോർമൽ കമ്മ്യൂണിക്കേഷനാണ്, മീൻസ് പ്രോപ്പറായിട്ടല്ല സിഗ്നൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ RF ബോർഡ് വേറെ മാറ്റിയിട്ടുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ EEPROM ഹാഷ് കീ മിസ്മാച്ച് ആണ്. ഓക്കെ.